സുപ്രധാന വാർത്ത. വാഷിംഗ് മെഷീനിലെ ഡ്രയറിൽ ഒരു കുട്ടി കുടുങ്ങി. കോഴിക്കോട് ഒളവണ്ണയിലാണ് സംഭവം. അഗ്നിരക്ഷാസേന എത്തിയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ കോഴിക്കോട് നിന്നും റിയാസ് KM ചേരും. വാഷിംഗ് മെഷീനിലെ ഡ്രയറിലാണ് കുട്ടി കുടുങ്ങിയത്. കോഴിക്കോട് ഒളവണ്ണയിലാണ് സംഭവം. ഏറെ നേരമെടുത്താണ് അഗ്നിരക്ഷാസേന കുട്ടിയെ രക്ഷപ്പെടുത്തിയത് എന്നുള്ളതും കൂടി അറിയാൻ സാധിക്കുന്നു. വലിയ രീതിയിൽ ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചേക്കാവുന്ന ഒരു സംഭവമാണ്. അഗ്നിരക്ഷാസേനയുടെ സമയോചിത ഇടപെടലിൽ അത് ദുരന്തത്തിലേക്ക് കലാശിച്ചില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. കുട്ടിയെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന എന്നുള്ളതും കൂടിയുണ്ട്. വാഷിംഗ് മെഷീനിലെ ഡ്രയറിലാണ് കോഴിക്കോട് ഒളവണ്ണയിൽ ഒരു കുട്ടി കുടുങ്ങിയത്. എങ്ങനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. എന്തായിരുന്നു അതിനായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്വീകരിച്ച മാർഗം? എത്രത്തോളം സമയമെടുത്തു ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്? രക്ഷിച്ച ശേഷം കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയായിരുന്നു? കുട്ടി അത്രയധികം ഭീതിതനായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കോഴിക്കോട് നിന്നും റിയാസ് KM ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, പറഞ്ഞോളൂ. കാളിദാസ്, ഈ മീഞ്ചന്ത അഗ്നിരക്ഷാ സേനയാണ് ഈ ഒരു രക്ഷപ്പെടുത്തൽ നടത്തിയത്. സാധാരണ നമ്മൾ വാഷിംഗ് മെഷീന്റെ ഡ്രയറിനകത്തൊന്നും ആരും കുടുങ്ങിപ്പോകുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മീഞ്ചന്തയിലെ അഗ്നിരക്ഷാ സേനയ്ക്ക് ഒരു കോൾ വരുന്നു, ഇങ്ങനെ കോഴിക്കോട് ഒളവണ്ണയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു കുട്ടി വാഷിംഗ് മെഷീനിൽ അകപ്പെട്ടു എന്നാണ് കോൾ വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത് സാധാരണ ഈ വാഷിംഗ് മെഷീനിൽ എന്തെങ്കിലും കുട്ടി കൈയിടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്ന് മാത്രമല്ല, വാഷിംഗ് മെഷീന്റെ ഡ്രയറിന്റെ ഭാഗമായിട്ടുള്ള ആ ഡ്രമ്മിനകത്താണ് കുട്ടി കുടുങ്ങിപ്പോയത് എന്നുള്ളതാണ്. കുട്ടി എങ്ങനെ കുടുങ്ങി എന്നുള്ളതൊന്നും ഡ്രയറിന്റെ ഭാഗമായിട്ടുള്ള ആ ഡ്രമ്മിനകത്താണ് കുട്ടി കുടുങ്ങിപ്പോയത് എന്നുള്ളതാണ്. കുട്ടി എങ്ങനെ കുടുങ്ങി എന്നുള്ളതൊന്നും അഗ്നിരക്ഷാസേന ചോദിച്ചില്ല. കാരണം അതൊരു കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു ആ സമയത്ത് ആ കുട്ടിയെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനായിരുന്നു പ്രാമുഖ്യം. പതിയെ ആ ഡ്രയറിൽ നിന്നുള്ള ആ ഡ്രമ്മ് പതിയെ പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ ആ വാഷിംഗ് മെഷീന്റെ ഡ്രയറിൽ നിന്ന് അത് പുറത്തേക്ക് എടുത്ത് അപ്പോഴും ആ കുട്ടി അതിൽ ഇങ്ങനെ പതുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു, കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ആ ഡ്രയറിന്റെ ഡ്രമ്മ് മുറിക്കണമെങ്കിൽ, മുറിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടിയുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാൽ വലിയ പരുക്ക് ഒക്കെ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ വളരെ സസൂക്ഷ്മം ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അത് പതുക്കെ നോക്കി ഈ കട്ടർ ഉപയോഗിച്ച് പതിയെ മുറിച്ച് അത് പിന്നീട് കുട്ടിയെ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കുട്ടിക്ക് ഒരു പരിക്ക് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അതിൽ നമുക്ക് മീഞ്ചന്തയിലെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. അവരുടെ നല്ല പ്രവർത്തനം, ഇടപെടൽ. കാരണം നമുക്ക് എപ്പോഴും അഗ്നിരക്ഷാസേന, ഒരു തീപിടുത്തമുണ്ടായാൽ മാത്രമല്ല അഗ്നിരക്ഷാസേന, ഒരാൾ കിണറ്റിൽ വീണാൽ അല്ലെങ്കിൽ മരത്തിന് മുകളിൽ കുടുങ്ങിയാൽ, ഇതുപോലെ വല്ല ഇടത്തും കുടുങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ പുഴയിൽ ഒക്കെ അകപ്പെട്ടാൽ ഇവിടെ വേണമെങ്കിലും അഗ്നിരക്ഷാ സേനയുണ്ട്. അത് തന്നെയാണ് കേരള ഫയർഫോഴ്സ്. മമ്മൂട്ടിയുടെ ഒരു സിനിമ തന്നെ ഉണ്ട്. ആ സിനിമയിൽ പറഞ്ഞതുപോലെ കേരള ഫയർഫോഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്. ശരിയാണ്, തീർച്ചയായും റിയാസ്. എന്തായാലും ആ ഒരു പ്രവർത്തന മികവ് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എന്നുള്ളതും കൂടിയുണ്ട്. മീഞ്ചന്ത അഗ്നിരക്ഷാ സേനയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കുട്ടിയെ രക്ഷപ്പെടുത്തിയ ശേഷം പരിക്കുകൾ ഒന്നും തന്നെ കുട്ടിയുടെ ദേഹത്തില്ലായിരുന്നു എന്നുള്ളതും കൂടി ഏറെ ആശ്വാസകരമാണ്. അല്ലെങ്കിൽ അത്രത്തോളം മികവുറ്റ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ് അത് നടന്നിരിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് വ്യക്തമാക്കുന്നു. കാരണം ആ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ഡ്രമ്മ് മുറിച്ച് കുട്ടിയെ പുറത്തെടുത്തപ്പോൾ കുട്ടിക്ക് ഒരു പരിക്കുകൾ പോലും ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടിക്ക് ഏറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.